ഓക്കെ, ഗുഡ് മോർണിംഗ് മോളൂസ്. ഇന്നലെ സാധാരണ അങ്ങനെ ഇല്ലാത്തതാണ്, പക്ഷെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. എൻ്റെ അളിയനമ്മമാരൊക്കെ എന്തേ ശരിക്കൊന്ന് പരിചയപ്പെടാൻ പോലും പറ്റിയില്ല. പാവങ്ങളാ. അയ്യോ, എന്ത് പറ്റി? അവരൊക്കെ ഹോസ്പിറ്റലിലാ. അയ്യോ, നീ എന്ത് ചെയ്തു അവരെ? പറ. എൻ്റെ മുണ്ട എന്ത് ചെയ്തു? എന്താടി എൻ്റെ മുണ്ട എന്ത് ചെയ്തു? അപ്പൊ ഒന്നും ഓർമ്മയില്ല അല്ലേ? ഓർക്കാൻ വേണ്ടി എന്താ നടന്ന്? എന്താന്ന് പറ. വീർത്തിരിക്കുന്നു. കല്യാണം വീടിയേ ഇയാളിയൻ. നളതമയന്തി കഥയിലെ അരയന്നം പോലെ കുടുങ്ങി കുണുങ്ങി കുഞ്ഞി വരും പൂമിയാളേ പൂമി. പാല അവിടെ വെക്കണ്ട അലിത മോളെ, എന്നിട്ട് നീ ഇവിടെ വന്നിരുന്നേ. അടുത്തിരിക്കടി. ഈ ഫസ്റ്റ് നൈറ്റ് എന്താന്ന് വല്ല പിടുത്തുണ്ടോ? ഇല്ല. Made for each other അല്ലേ? പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഏട്ടൻ എന്താ ചോദിക്കാൻ പോണേന്ന്? ഉമ്മയല്ലേ? അത് ചോദിക്കണോ? ഞാൻ വാങ്ങൂലേ. ഇത് വേറൊരു കാര്യം. നല്ല ചിരിയില്ല. ചോദിക്കട്ടെ? എന്താ? എൻ്റെ മോൾ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല. ചോദിച്ചെന്നോളൂ. ഏട്ടനോ? ഇല്ല. പക്ഷെ ഞാൻ ഇപ്പം പ്രേമിക്കുന്നുണ്ട്. അയ്യോ, പേടിക്കാനൊന്നുമില്ല. കുട്ടിയുടെ പേര് ഇല്ല അത് വേണ്ട. അനിത മോള്. അത് തലോണിക്കല്ലേ നുള്ളി. ഇവിടെ ഞാൻ ഉണ്ടല്ലോ പെണ്ണ് കാണാൻ വന്നില്ലേ? അപ്പോ ഈ എന്താ പറയാ, ലുക്ക് അറ്റ് ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയും. ഫസ്റ്റ് സൈറ്റ് ആങ്സൈറ്റിയുടെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് എന്നാൽ പിന്നെ ഈ പാല് കുടിച്ചിട്ട് നമുക്ക് കാര്യപരിപാടി കടന്നാലേ? ആരാ? എന്താ? ഒന്നും തുടങ്ങിയില്ല. ഇങ്ങനെ നിൽക്കില്ലല്ലോ ഞങ്ങളെ. അതെ മോളെ, അവനൊന്ന് വിട്ട് ഇതിപ്പോ വിടാം. എനിക്കിങ്ങനെ ഒട്ടിരുന്നാ മതി. എന്തിനാ? ചെറിയ കാര്യം. വാ, എനിക്കിങ്ങനെ ഒട്ടിരുന്നാ മതി. വാ മോനെ, 12 മണിയായിട്ടുള്ളൂ. 3 മണിയാവാണ്ട്. വാ ഞാൻ വരും, ഉറങ്ങല്ലേ? മോനെ ഒന്നുമില്ല. അതെ, നാളെ ഞങ്ങൾ അങ്ങോട്ട് പോകും. അപ്പൊ നമ്മളൊന്ന് ചെറുതോരനെ ഒഴിച്ച് അടിച്ച് ചില്ല് ചെയ്യണം. ഓക്കെ? അല്ല, ഞാനങ്ങനെ കഴിക്കാറില്ല. അതല്ല, അവൾക്കത് പ്രശ്നം. അവളെന്റെ മോളല്ലേ, കഴിക്കണ നീ കഴിക്കാൻ. വെള്ളം കുറവാ. എല്ലാരും ഉണ്ടല്ലോ. ആന്റില്ലേ? അയ്യോ ആന്റി. ഇടകുളിക്ക് ഒട്ടും ഇഷ്ടമല്ല. ആണോ? മണം പറ്റില്ല, അപ്പ ഛർദ്ദി. ശരിക്കും? പിന്നെ ഇവിടെ പിന്നെ 2 അടിച്ചിരിക്കുമ്പോൾ മസാജ് ചെയ്യണം. അതൊരു അവൾക്ക് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. ഞങ്ങളങ്ങനെ ചില്ല ചെയ്ത്
അവള് കഴിക്കേ കുറേ നോക്കിയിട്ട് മരുമോനെ പറഞ്ഞ ഒഴിക്കട്ടെ കഴിക്കും ഒരെണ്ണം കഴിക്കും ഇല്ലില്ല അവൻ കഴിക്കട്ടെ ചക്കനല്ലേ അവനൊരെണ്ണം കഴിക്കട്ടെ ഇരിക്കടാ എടാ 3 മണി കേട്ടാ സോഡ ഒക്കെ അല്ലേ സോഡ അങ്ങനെയൊന്നും ഇല്ലല്ലേ എന്താ മതിയല്ലേ മതി നന്നാടി ഇല്ലടാ നീ അടി സത്യല്ലേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ സത്യം പറഞ്ഞാൽ നീ പെണ്ണാണാൻ വന്നില്ലേ എനിക്കപ്പോ നിന്നെ ഒട്ടും ഇഷ്ടായില്ല ഈ പൊക്ക കൊണ്ട് വേട്ടാ വിളിക്ക എന്ത് കോലായിരുന്നാ നീ പിടിക്കടാ പറ്റിക്കാല പിടിക്ക് ഇപ്പൊ എനിക്ക് ഇഷ്ടായി ശരിക്കും പക്ഷെ എനിക്കിഷ്ടായില്ല. അലിയനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അലിയന്റെ വർക്കൊക്കെ നല്ലതാണ്, ഞാൻ സമ്മതിക്കണം. കുറച്ചും കൂടി പക്ഷെ ഇമ്പ്രൂവ് ആവണം അളിയ. എന്നെ കണ്ടില്ലേ, എനിക്ക് 2 പെൻസും 1 ഡ്രൈവറും ഉണ്ട്. അതെന്താ അളിയ അങ്ങനെ ഒരു ഡോക്ക്? എന്നെ കണ്ടാ പറയൂലേ മുതലാളിയാണെന്ന്. നീ അവിടേക്ക് എത്തണം നമ്മളെ കൂടെ ഇല്ലേ കുടിക്കുന്നുണ്ടോ? ഇല്ല വേണ്ട ശീലം തോന്നുന്നു. അവള് കാത്തിരിണ്ടാവും. ഫസ്റ്റ് നൈറ്റ് അല്ലേ, മഞ്ചളം പോവാ. ഇല്ല സോറി അല്ലേ, ഇല്ല മരുവനെ പോണ്. ഓൾ ദി ബെസ്റ്റ് ഇട്ടോ. താങ്ക് യു. സെയിം പിച്ചേ. ബൈ. ഓ ചേട്ടന് ഓക്കെ അല്ലേ? പിന്നെ മഞ്ജുലേട്ടൻ എപ്പോഴും ഓക്കെ അല്ലേ? എന്നാ പിന്നെ പാല് കുടിച്ചാലോ? അയ്യോ പാല് കുടിച്ച ഡിവോഴ്സ് ആവും. പാല് കുടിക്കണേ നമ്മൾ എന്തിനാ ഡിവോഴ്സ് ആവണേ? നമ്മളല്ല, മദ്യവും പാലും കൂടി പിരിയും. ആ ഡിവോഴ്സ്. ഓ ആ ഡിവോഴ്സ്. എന്നാ പിന്നെ കിടന്നാലോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എനിക്കറിയാം എന്താ ചോദിക്കാൻ പോണേ. വീണ്ടും ഉമ്മയല്ലേ? ശേ അതൊന്നുമല്ല. പിന്നെ ഞാനിപ്പോ കുറച്ചു നേരം മുമ്പ് വന്നപ്പോ മഞ്ജുളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചതോ കേട്ടോ? ഇല്ല. കേട്ടു? ഇല്ല. അതെന്താന്ന് പറയാ, എൻ്റെ മോളുടെ കല്യാണം പിന്നെ മഞ്ജുളേട്ടനെ കണ്ടതിൻ്റെ ആങ്സൈറ്റി കൊണ്ട് ചെവി അടഞ്ഞു പോയതാ. ശരിക്കും. പക്ഷെ മഞ്ജുളേട്ടൻ കേട്ടു. ഞാൻ ഒന്ന് പോയിട്ട് അമ്മാവൻ്റെ അടുത്തും അളിയൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഒരു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഓടി വരാം. വേഗം വരുമോ? പെട്ടെന്ന് വരാമെന്ന് മഞ്ജുളേട്ടൻ നോക്കട്ടെ. പോയിട്ട് വരെ. ഇനി എങ്ങാനും ഉറക്കം വന്ന ചാച്ചിക്കും പരാതി ഇല്ലല്ലോ, പിണക്കില്ലല്ലോ, ഉറപ്പല്ലേ? അവള് കേട്ടോ എന്താണ് അളിയൊരു ചേസ് ഇല്ല. മോൾക്ക് കള്ളു കുടിക്കുന്നോണ്ട് വല്ല പ്രശ്നമുണ്ടോ അളിയ? ഏയ് അവള് പഠിക്കും, ഞാൻ ചോദിച്ചു കൊടുക്കുന്നത്. മരുന്ന് ഒരുമിച്ച് കഴിക്കാം. കഴിക്കുന്നില്ല. ശീലല്ലോ. അവിടെ ഇല്ലേ? ഞാൻ ഇവിടെ ഒഴിച്ചു വെച്ചിട്ട് പോയല്ലേ? നിന്റെ അച്ഛൻ അടിച്ചാണ്, അല്ലാണ്ട് ഇവിടെ വന്ന ആര് വെക്കാൻ? ഞാൻ എന്തേ
നിനക്ക് ബുദ്ധിമുട്ടായോ അച്ഛനെ വിളിച്ചത്? നിന്റെ അച്ഛനെ വിളിക്കും, ചെറിയ അച്ഛനെ വിളിക്കും. നിന്റെ ബെൻസിന് 2 ടയറുണ്ടല്ല കുത്തി പൊട്ടിക്കാട്ട് വിട്ടത് എന്റെ അളിയനെ ആലോചിച്ച് നിന്നോട് ഞാൻ നേരത്തെ വാക്ക് പറഞ്ഞു. 2ാമത് വിളിപ്പിച്ച് വെറുതെ ഡീപ്പ് ട്യൂൺ ഇടക്കരുത്. എന്താണ് നമ്മ തല്ലുടിക്കാൻ വേണ്ടി വന്നല്ലേ? എനിക്ക് പടിണ്ട് എന്റെ അജി അമ്മാവാ അമ്മായി ഇരിക്കടാ ഒഴിച്ചൊന്നു. നിനക്ക് അങ്ങനെ ഒരു മഹാഭാഗ്യം ഒഴിക്കേ നീ ഒഴിക്കടാ. അടിക്കാ അടിക്കാന്നേ അടിക്കണോ? അടിക്കാലോ, നിന്നെ അടിക്കാലോ. അടിക്കാടാ അടിക്കാന്ന്. A few moments later. മഞ്ജുലേട്ടാ, ഞാൻ അപ്പോഴും പറഞ്ഞെനിക്ക് മദ്യം വേണ്ട, മദ്യം വേണ്ട. കയ്യിൽ പോയി. കരയല്ലേ? പറ്റിയത് പറ്റി. ഇനി കുടിക്കാതിരുന്നാ മതി. ഇനി കുടിക്കില്ല. നീ ഒരു വട്ടപ്പം പോലും നിന്നെ മഞ്ജുലേട്ടൻ കഴിക്കില്ല. എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു. എനിക്കറിയാം മഞ്ജുലേട്ടൻ എന്താ ചോദിക്കാൻ വരണേന്ന്. എന്താ? ഉമ്മയല്ലേ? ഉമ്മയും കുമ്മയൊന്നല്ല. ഉമ്മയും കുമ്മയൊന്നല്ല. ഇന്നലത്തെ ഈ കലാപത്തില് ആരെങ്കിലും ചത്തുപോയോ? ഇല്ല. പക്ഷെ പണ്ട് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിപ്പോ അന്നും കള്ളുടിച്ചിട്ട് തന്നെയാണ്. കള്ളുടിക്കാണ്ട് അറിയാലോ ഞാൻ. അന്ന് ഒരാൾ മരിച്ചുപോയി. 2-3 പേര് ICUലായി. പിന്നെ പോലീസ് കേസ് കാര്യങ്ങളൊക്കെ വന്നു. എന്റെ മോള് പേടിക്കണ്ട, മഞ്ജുലേട്ടൻ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താന്ന് ചോദിക്കി? എന്താ? ഒന്നും കൂടി ചോദിക്കി. അതെന്താ? മഞ്ജുലേട്ടന് ഈ മറ്റേ ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. അതെല്ലേ? പിന്നല്ലാണ്ട് പത്തിരി സന്തോഷായോ? എന്തൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ അറിയാൻ കിടക്കണ്. ഈ ചിരി കാണുമ്പോ മഞ്ജുലേട്ടന് ഒരു കവിത ഓർമ്മ വരില്ല. ചിതറിത്തെറിക്കുന്ന ചിന്തകളിൽ എപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്ന് മാത്രം. ഫുള്ള് പാടിത്തട്ടെ? 1.5 മണിക്കൂർ മതി. അയ്യോ വേണ്ട, മഞ്ജുലേട്ടൻ ഇരിക്കാണല്ലോ. ഞാൻ ചായ എടുത്തിട്ട് വരാം. അയ്യോ ചായ 2 ടീസ്പൂൺ കടുക് കിട്ടോളൂ. ചായയല്ലേ? അത് തന്നെ. കടുകല്ലേ? ഇടാവേ ഇട്ടില്ലെങ്കിലാ അമ്മ. അറിയാൻ വിശദീകരണം പറഞ്ഞത്. ഒരു ദിവസം കുറെ പേര് വെട്ടാൻ വന്നു. 74 വെട്ടി ശരീരത്ത്. ഇവിടെ നിന്ന് ഒരു 64 വെട്ടി കയറി ഫുൾ പ്ലാസ്റ്റിക് സർജറിയായിരുന്നു. അയ്യോ വേറൊരു കാര്യം പറയാൻ മറന്നു. പൊണ്ണിന്റെ അടുത്ത് ഒരു ദിവസം കാട്ടി കയറി 5 ആനയാണ് വെടി വെച്ചിട്ടത്. 5 ആനയ്ക്കും കൂടി 25 കൊമ്പും കൂടി വീട്ടിൽ വന്നു. അമ്മ ഭയങ്കര സർപ്രൈസ് ആയി. നാട്ടുകാർ വേറെ. മഞ്ജുലേട്ടൻ കഴിക്കൂല, കാരണം ഉണ്ടല്ലോ ഇനി ഒരാൾ മഞ്ജുലേട്ടൻ കഴിക്കുന്നത് കാണാൻ പോണില്ല മദ്യം. ഒരു ദിവസം ഞാൻ തന്നെ മദ്യം വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് 5 ദിവസം കൂടി എനിക്ക് എന്നെ തന്നെ 6-ാം ദിവസം